48 മണിക്കൂർ ഒരു സിനിമാ മേഖലയിൽ പ്രവർത്തിച്ച ഒരു യുവ നടിക്ക് വേണ്ടിയിട്ട് റോഡിൽ DGP പറഞ്ഞു റോഡിൽ പായ വിരിച്ച് ശോഭാ സുരേന്ദ്രൻ കിടക്കാൻ പാടില്ല എന്ന് പറഞ്ഞാണ്. എന്നാൽ 48 മണിക്കൂർ ആ സ്ത്രീയെ ആരാണോ പീഡിപ്പിച്ചത്, ആ പീഡിപ്പിക്കപ്പെട്ട വ്യക്തി ആരാണെങ്കിലും പിടികൂടണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് കേരളത്തിൽ ആദ്യമായിട്ട് നിരാഹാരം കിടന്ന ഒരു വ്യക്തിയാണ് ഞാൻ. 48 മണിക്കൂർ സമയം. അതുകൊണ്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, നമ്മുടെ മുന്നിലുള്ള കൃത്യമായിട്ടുള്ള ചോദ്യം എന്നുള്ളത്, എന്തിനാണ് ചില ആളുകളെ രക്ഷിക്കാൻ വേണ്ടി ഹേമ കമ്മീഷൻ റിപ്പോർട്ടിലെ ഭാഗങ്ങൾ സാംസ്കാരിക വകുപ്പ് മന്ത്രി ഇടപെട്ടുകൊണ്ട്, മുഖ്യമന്ത്രി ഇടപെട്ടുകൊണ്ട് കളഞ്ഞത്? ആ ഭാഗങ്ങൾ ഞാൻ പറഞ്ഞ പോയിന്റ് അതാണ്. നിരവധിയായിട്ടുള്ള കേസുകൾ നടക്കുന്നുണ്ട്. കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആളുകൾ മുന്നോട്ട് പോകുന്നുണ്ട്. സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് അവർ നല്ല പൊതുപ്രവർത്തകരുടെ ഭാഗത്ത് വന്ന എല്ലാ സമയത്തും അവർക്ക് നിരവധി രാഷ്ട്രീയത്തിന് അതീതമായിട്ടുള്ള പിന്തുണ ചില പൊതുപ്രവർത്തകരുടെയൊക്കെ ഭാഗത്ത് നിന്ന് കിട്ടിയിട്ടുണ്ട് എന്നത് യാഥാർത്ഥ്യമുണ്ട്. അപ്പോൾ അതിനെ ആ ഒരു ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഒരു പരാതി കൊടുത്തതും ആ പരാതി കൊടുത്ത വിഷയത്തെ മാത്രം ആധികാരികമാക്കിക്കൊണ്ട് നമുക്ക് ഒരിക്കലും ഒരു പത്രപ്രവർത്തകൻ എന്നുള്ള രീതിയിൽ ഈ കാര്യത്തെ നോക്കിക്കാണാൻ പാടില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. ആത്മാർത്ഥതയുണ്ടല്ലോ, ആത്മാർത്ഥതയുള്ളത് കൊണ്ട് ഈ ഭാഗങ്ങളെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഈ വിഷയത്തിൽ ആരാണ് ഇതിനകത്ത് ഇടപെടേണ്ടത്? മാധ്യമ സുഹൃത്തുക്കൾ പറയണം. ആരാ ഇടപെടേണ്ടത്? ഗവൺമെന്റ് അല്ലേ? അല്ല, പൊതുപ്രവർത്തകർ ഇടപെട്ട ചരിത്രങ്ങൾ ഉണ്ടല്ലോ. എല്ലാവരും ഇടപെടുന്നുണ്ടോ എന്നതിനെ കുറിച്ച് എനിക്ക് ഉത്തരം പറയാൻ സാധിക്കില്ല. പക്ഷേ ഇടപെടുന്ന പൊതുപ്രവർത്തകരുണ്ട്. അവരുടെ ധർമ്മമാണ്, അവരുടെ ധാർമ്മികമായ റോൾ എന്ന് പറയുന്നത് ഇത് ജനങ്ങളെ ഇത്തരം കാര്യങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് ജനങ്ങളെയും സംഘടിപ്പിക്കുക എന്നുള്ളതാണ്. വേണ്ടി വന്നാൽ സിനിമ ഷൂട്ടിംഗ് നടക്കുന്ന സ്ഥലങ്ങളുണ്ട്. പെൺകുട്ടികളെ ആക്രമിക്കപ്പെട്ടവരെ ചില വ്യക്തികൾ അവരുടെ ഷൂട്ടിംഗ് തടയുമെന്ന് ജനം തീരുമാനിച്ചാലോ? നിങ്ങൾ അധോലോക സംഘമായി പ്രവർത്തിച്ചുകൊണ്ട് മുന്നോട്ട് വന്നാൽ നിങ്ങളുടെ സിനിമ കേരളത്തിൽ ചില ഇടങ്ങളിൽ അല്ലെങ്കിൽ കേരളത്തിൽ ഷൂട്ട് ചെയ്യണമോ വേണ്ടയോ എന്ന് തീരുമാനമെടുക്കാൻ ഇവിടെ സ്ത്രീകൾ പൊതുരംഗത്ത് ഇറങ്ങിയാലോ? തൻ്റെ ഇടവും ആർജവുമുള്ള സ്ത്രീകൾ ഇറങ്ങിയാൽ എന്ത് ചെയ്യും? ഇറങ്ങേണ്ട സാഹചര്യം ഉണ്ടാവും. ഇങ്ങനെയാണെങ്കിൽ നിങ്ങളെല്ലാം അഭ്രപാളികളിൽ വളർത്തി, നിങ്ങളെല്ലാം കാണുന്ന സമയത്ത് സന്തോഷത്തോടു കൂടി നിങ്ങളുടെ സിനിമയൊക്കെ നോക്കിക്കണ്ട് ഇത് സമൂഹത്തിന്, സൊസൈറ്റിക്ക് ഒരു ഉപകാരമാകട്ടെ എന്ന് തീരുമാനമെടുത്തുകൊണ്ട് കലയെന്ന് പറയുന്നത് മനുഷ്യനെ നന്മയിലേക്ക് നയിക്കുന്ന പാതയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾക്കെല്ലാം മൗനമായിട്ട് ജയ് വിളിക്കുമ്പോൾ നിങ്ങളിവിടെ അധോലോക സംഘത്തെ പോലെയാണ് പെരുമാറുന്നതെങ്കിൽ, വ്യവഹരിക്കുന്നതെങ്കിൽ, നിങ്ങൾ ആരാണെങ്കിലും, അത് ഏത് തലതൊട്ടപ്പനാണെങ്കിലും ഏത് തമ്പുരാനാണെങ്കിലും നിങ്ങൾക്കെതിരായി ഒരു സംഘടിതമായിട്ടുള്ള ഒരു ശക്തിയെ കേരളത്തിൽ ഒരുക്കിയെടുക്കാൻ ഞങ്ങൾക്ക് സാധിക്കും. അതാ പറയുന്നത്. അതുകൊണ്ട് തെറ്റ് ചെയ്തവർക്കെതിരെ ശിക്ഷ വേണം എന്നുള്ളതാണ്. അതിന് ഈ സംസ്ഥാന ഗവൺമെന്റ് തയ്യാറെടുപ്പ് നടത്തണം എന്നുള്ളതാണ് ഈ വിഷയത്തിന്റെ കാതൽ എന്ന് പറയുന്നത്. ആദ്യം കേരളത്തിന്റെ ഈ നമ്മൾ ഉന്നയിച്ചതുപോലെ സാംസ്കാരിക വകുപ്പ് മന്ത്രിയുടെ തനിനിറം വ്യക്തമാക്കട്ടെ. കേരളത്തിന്റെ മുഖ്യമന്ത്രി പറയട്ടെ, ഈ ഒഴിവാക്കപ്പെട്ട ഭാഗങ്ങൾ അത് വെച്ചുകൊണ്ട് കേസ് എടുക്കുമോ ഇല്ലയോ എന്നുള്ളതിനെ കുറിച്ച് അവരുടെ കമന്റ് പുറത്തു വരട്ടെ. ബാക്കി നമുക്ക് ആലോചിച്ച് തീരുമാനിക്കാം. അല്ല, അങ്ങനെ വ്യക്തമാക്കിയാൽ മതിയോ? അങ്ങനെ കേരളത്തിന്റെ പൊതുസമൂഹത്തിന്റെ മുന്നിൽ വ്യക്തമാക്കിയാൽ അതിനർത്ഥം, അതിനാണ് ഈ പത്രസമ്മേളനം. അതിനർത്ഥം എന്താണ്? അല്ല, ഇതിനെ നോക്കൂ. അല്ല, ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നത്, ഈ ഒഴിവാക്കപ്പെട്ട ഭാഗങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റാനുള്ള പദ്ധതികളൊക്കെ ഉണ്ടല്ലോ. അങ്ങനെ ഒരു കമ്മീഷൻ റിപ്പോർട്ട് എടുത്താൽ ആ കമ്മീഷൻ റിപ്പോർട്ടിൽ നിന്ന് ചില ഭാഗങ്ങൾ ഒഴിവാക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതെങ്ങനെയാണ് ആ ഭാഗങ്ങൾ കണ്ടുപിടിക്കേണ്ടത് എന്നതിനെക്കുറിച്ച് സംവിധാനങ്ങളൊക്കെ ഉണ്ടല്ലോ. അത് നിങ്ങൾക്ക് എന്തായാലും, നിങ്ങൾക്കും നമുക്കും ഒക്കെ അതിനെക്കുറിച്ച് ഒരു അന്വേഷണം നടത്താനുണ്ട്. പലതും പൂഴ്ത്തിവെക്കപ്പെട്ടത് നമ്മുടെ നാട്ടിൽ വീണ്ടും വന്നിട്ടുണ്ട്. അല്ലല്ല, വന്നിട്ടുണ്ട്. പല കേസുകളും അങ്ങനെ തെളിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതില് വലിയൊരു സംഘടിത ശക്തിയായി കേരളത്തിന്റെ പൊതുസമൂഹം അവരുടെ കൂടെ, വേദനിക്കപ്പെട്ടവരുടെ കൂടെ നിൽക്കണം എന്നുള്ളത് തന്നെയാണ്. അതിന് ആവശ്യമായ രീതിയിലുള്ള മുന്നോട്ട് പോക്കുണ്ടാകും എന്നുള്ളത് തന്നെയാണ് ഈ പത്രസമ്മേളനത്തിന്റെ കാതൽ എന്ന് പറയുന്നത്. കമ്മീഷൻ തന്നെ അവർക്ക്
അതിന് പരാതിക്കാരിയായിട്ടുള്ള സ്ത്രീകൾ വരണം എന്നൊരു നിർബന്ധവുമില്ല. അതിൽ പരാമർശിക്കപ്പെട്ട ഭാഗങ്ങളിൽ ഉള്ളത് ആരാണ്? കമ്മീഷൻ തന്നെ പറയുന്നുണ്ട്, ഒരാൾ പ്രതികരണവുമായിട്ട് രംഗത്ത് വരുമ്പോൾ സ്ത്രീയെയും പുരുഷനെയും അടിച്ചമർത്തപ്പെടുന്ന ഒരു മാഫിയ അതിനകത്ത് പ്രവർത്തിക്കുന്നുണ്ട് എന്ന് കമ്മീഷൻ പറഞ്ഞിട്ടുണ്ട്. അത്രയും ക്ലീനായി വ്യക്തമായി ഒരു കമ്മീഷൻ റിപ്പോർട്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ കയ്യിൽ കിട്ടിയിട്ട് അവർക്കെതിരെ ആക്ഷൻ എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അത് എന്തുകൊണ്ടാണ് പറ്റാത്തത്? അതാണ് ഞാൻ ഉന്നയിക്കുന്ന ചോദ്യം. അതെന്തുകൊണ്ട് പറ്റുന്നില്ല എന്ന് പൊതുസമൂഹത്തിന്റെ മുന്നിൽ പറയേണ്ട സാഹചര്യം ഉണ്ടാകും. ഭരണം എപ്പോഴും ഒരാളുടെ കൈകളിൽ ഏൽപ്പിക്കുകയല്ലല്ലോ. ഇപ്പൊ കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ പ്രസ്ഥാനം തന്നെ കേരളത്തിൽ എന്തുകൊണ്ട് പല പ്രദേശങ്ങളിലും പിന്തള്ളപ്പെട്ടു പോയി എന്നുള്ളത് എല്ലാം ചേർത്ത് വായിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഒരു തർക്കവും വേണ്ട, ഈ ചെങ്കോലും കിരീടവും ജനം നൽകിയതാണ്. ജനം ഈ അധികാരം നൽകിയിട്ടുള്ളത് കഷ്ടപ്പെടുന്നവന്റെയും വേദനിക്കപ്പെടുന്നവന്റെയും കൂടെ നിൽക്കാൻ കൂടി വേണ്ടിയിട്ടാണ്. ഈ ഇൻഡസ്ട്രി വളരണമെന്ന് അടിവരയിട്ട് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ പത്രസമ്മേളനത്തിൽ ഇരിക്കുന്നത്. കാരണം അത് ഒരുപാട് ആളുകൾ കഷ്ടപ്പെട്ടുകൊണ്ടാണ് ഒരു സിനിമ ഉണ്ടാകുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സിനിമ വ്യവസായം അല്ലെങ്കിൽ അത് ഏറ്റവും കൂടുതൽ മറ്റു സംസ്ഥാനത്തേക്കാൾ കൂടുതൽ നമ്മുടെ നാട്ടിൽ പണം ഉണ്ടാക്കണമെന്നും അത് ഗവൺമെന്റിന് കൂടി ഉപകാരപ്പെടണമെന്നും സൊസൈറ്റിക്ക് ഉപകാരപ്പെടണമെന്നും നമ്മളെല്ലാവരും തീരുമാനമെടുക്കുമ്പോൾ ആര് മൊഴി കൊടുത്തു എന്നുള്ളത് ഇവിടെ വിഷയമല്ല. ആര് മൊഴി കൊടുത്തു എന്നുള്ളതല്ല വിഷയം, ആരെക്കുറിച്ച് മൊഴി കൊടുത്തു എന്നുള്ളതാണ് മറച്ചു വെക്കപ്പെട്ടിരിക്കുന്നത്. ആരെക്കുറിച്ച് മൊഴി കൊടുത്തു എന്നുള്ളതാണ് പുറം ലോകത്തിന്റെ മുന്നിൽ വെക്കാതെ കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്ന് ഞാൻ പറയാൻ കാരണം അവരുടെ അഭിപ്രായങ്ങളെല്ലാം പുറത്തു വരട്ടെ. കേരളത്തിന്റെ പൊതുസമൂഹം ഉണ്ട് ഇവരോടൊപ്പം. സ്വകാര്യത അത് നിങ്ങളാണ് കുറ്റക്കാർ. കേരളത്തിലെ മാധ്യമപ്രവർത്തകർക്ക് ഈ കാര്യത്തിൽ ഇത്ര ഉത്തരവാദിത്വം മതിയോ എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് ദുഃഖം തോന്നരുത്. നിങ്ങൾ കേരളത്തിലെ എത്രയോ കേസുകളിൽ നിങ്ങൾ ശക്തരായി മുന്നോട്ട് വന്ന്, ഒരു കൊലക്കേസ് ഉണ്ടായപ്പോൾ പ്രതിയെ പിടിക്കാൻ വേണ്ടിയിട്ട് കത്തി അന്വേഷിച്ചു പോയ മാധ്യമപ്രവർത്തകരുള്ള നാട്ടിൽ ഇത്രയും വലിയ തെറ്റുണ്ടായി എന്ന് ബോധ്യപ്പെട്ടിട്ട് നിങ്ങൾ ഉത്തരവാദിത്വപ്പെട്ടവരെ കൊണ്ട് ഉത്തരം പറയിപ്പിക്കുന്നില്ല. കേരളത്തിൽ എന്നോട് ഈ 10 ചോദ്യങ്ങൾ ചോദിക്കാൻ കാണിക്കുന്ന തൻ്റെ ഇടത്തിന്റെ ഒരു 4% നിങ്ങൾ വിനിയോഗിച്ചിട്ട് നിങ്ങൾ ഈ സിനിമാ മേഖലയിലെ സ്ത്രീകൾക്ക് വേണ്ടി മാധ്യമപ്രവർത്തകർ നിങ്ങളുടെ വീട്ടിലും സഹോദരിമാരുണ്ട് എന്ന് കരുതി നിങ്ങൾ മുന്നോട്ട് വന്നാൽ ഈ ഒളിച്ചു വെക്കപ്പെട്ട ഭാഗം കിട്ടും. അത് കിട്ടണം എന്നുള്ളതാണ്. നമ്മൾ ഒരുമിച്ച് കൈകോർത്ത് പിടിക്കണം എന്നുള്ളതാണ് ഈ വിഷയത്തിലെങ്കിലും. അതെൻ്റെ ഒരു അഭ്യർത്ഥനയാണ് നിങ്ങളോട്. പിന്നെന്തിനാണ് ഈ സംഘടന? സുരേഷ് ഗോപി കേന്ദ്രത്തിന്റെ മന്ത്രി എന്നുള്ള രീതിയിൽ ഞാൻ പറയാം, കേന്ദ്രമന്ത്രി എന്നുള്ള രീതിയിൽ ഞാൻ പറയുന്നു, കേന്ദ്രമന്ത്രി എന്നുള്ള രീതിയിൽ ഇവിടുത്തെ സാംസ്കാരിക വകുപ്പ് മന്ത്രി ചെറിയാന് ഈ ഒഴിവാക്കപ്പെട്ടിട്ടുള്ള ഭാഗമുണ്ടല്ലോ, ഈ ഒഴിവാക്കപ്പെട്ട ഭാഗങ്ങളുമായി സുരേഷ് ഗോപിയെ കാണണമെന്നുണ്ടോ? ഞാൻ കൊണ്ടുപോകാം. സജി ചെറിയാനെ ഞാൻ കൊണ്ടുപോകാം. ആരെയാണോ ഒഴിവാക്കിയിട്ടുള്ളത് ഈ കാര്യങ്ങൾ മുഴുവൻ അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കേന്ദ്രത്തിൽ ആരെ കാണണം കൊണ്ടുപോകാൻ തയ്യാറാണ്. വരാൻ തയ്യാറുണ്ടോ? ആ ഹേമ കമ്മീഷൻ റിപ്പോർട്ടിലെ ഒഴിവാക്കപ്പെട്ട ഭാഗങ്ങളെ കൂട്ടിച്ചേർത്തുകൊണ്ട് സുരേഷ് ഗോപിയുടെ മുന്നിലിരിക്കാൻ, ഈ വിഷയത്തെക്കുറിച്ച് ഒരു ചർച്ച നടത്താൻ തയ്യാറുള്ള ഏതെങ്കിലും ഒരു മന്ത്രി കേരളത്തിലുണ്ടോ? ഉണ്ടെങ്കിൽ ഞാൻ വരാൻ തയ്യാറാണ്. സുരേഷ് ഗോപി ഈ വിഷയവുമായിട്ട് മുന്നോട്ട് പോകും. ഇപ്പൊ സുരേഷ് ഗോപി അല്ലല്ലോ കേരളത്തിന്റെ മുഖ്യമന്ത്രി. കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരിക്കുന്ന മനുഷ്യന് ഈ കാര്യത്തിൽ ബാധ്യതയുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞത്. വീണയ്ക്കാണ് ഇങ്ങനെ ഒരു ദുരനുഭവം ഉണ്ടായതെങ്കിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനെ വേദനിക്കുമോ ഇല്ലയോ? അങ്ങനെയാണെങ്കിൽ ഒരു അച്ഛൻ എന്നുള്ള രീതിയിലുള്ള മനസ്സുണ്ടെങ്കിൽ ഈ സിനിമാ മേഖലയിൽ ഉണ്ടായ വിഷയങ്ങളിൽ കുറ്റം ചെയ്തതിനെതിരെ നടപടിയെടുക്കാൻ എന്തിനാണ് കേരളത്തിന്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഭയപ്പെടുന്നത്? അതിനാഗ്രഹം തന്റെ ഇടം ഉണ്ടോ എന്നുള്ളതാണ്. ഇവിടെ എന്തിനാണ് ഈ ഫെഡറൽ സംവിധാനം? എന്തിനാണ് കേരളത്തിലൊരു മുഖ്യമന്ത്രി? എന്തിനാണ് കേരളത്തിലൊരു ആഭ്യന്തര വകുപ്പ് മന്ത്രി? സാംസ്കാരിക വകുപ്പ് മന്ത്രി എന്തിനാണ്?